നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഓക്കെ സർ, ഇത് ഞാൻ വേണ്ടതുപോലെ ചെയ്തോളാം. അറിയാലോ, 10 കോടി രൂപയാണ് ബിസിനസിന് വേണ്ടി ഞാൻ സൂര്യക്ക് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് പറഞ്ഞിരുന്ന പ്രോജക്റ്റ് എഗ്രിമെന്റ് ഡേറ്റ് കഴിഞ്ഞിട്ടും തുടങ്ങിയിട്ടില്ല. ഇപ്പോ ബാങ്കിൽ നിന്ന് ഞാൻ അറിഞ്ഞത് ആ 10 കോടി രൂപ സൂര്യ മറ്റേതോ ആവശ്യത്തിന് വേണ്ടി മാറ്റിയിരിക്കുന്നു എന്നാ. അറിയാലോ, ഇനി 3 ദിവസം കോടതി അവധിയാണ്. ഒരിക്കലും സൂര്യക്ക് സ്റ്റേഷനിൽ നിന്ന് ജാമ്യം എടുക്കാൻ പറ്റില്ല. അതിനുള്ള ഏർപ്പാടുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നാളെ രാവിലെ തന്നെ സൂര്യ അറസ്റ്റ് ചെയ്യണം. അവൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാവും നാളെ നടക്കാൻ പോകുന്നത്. CI സാറ് എല്ലാ വിവരങ്ങളും എന്നോട് പറഞ്ഞിട്ടുണ്ട് സർ. സാർ ധൈര്യമായിട്ടിരിക്കണം, ഞാൻ വേണ്ടതുപോലെ ചെയ്തോളാം. എനിക്കറിയാം, അതുകൊണ്ടാണല്ലോ നിങ്ങളെ തന്നെ CI സാർ ഏർപ്പാടാക്കിയത്. ബിനോയ്, അതിങ്ങ് എടുത്തോണ്ട് വാ. ഇത് നിങ്ങൾക്കുള്ളതാ. ടെൻഷനൊന്നും വേണ്ട, പറഞ്ഞ തുക മുഴുവനും ഉണ്ട്. ഇനിയും ഞാൻ കാണുന്നുണ്ട്. ഓക്കെ സർ, നാളെ രാവിലെ തന്നെ ഞാൻ സൂര്യ കസ്റ്റഡിയിലെടുക്കും. ഓക്കെ ഓക്കെ സർ, ശരി. സൂര്യദേവില്ലേ? ഉണ്ട്. എന്താ സാർ? അയാളൊന്ന് വിളിക്കൂ. ഞാൻ സൂര്യയുടെ അച്ഛനാ സാർ. എന്താ പ്രശ്നം? ആദ്യം സൂര്യയോട് വരാൻ പറയണം. പറയാം സാർ. സൂര്യ, സൂര്യ. എന്താ ദേവേട്ട? അറിയില്ല, സൂര്യ കാണാൻ SI ഒക്കെ വന്നിട്ടുണ്ട്. സൂര്യ, സൂര്യ. കയറി വരൂ സാർ. സൂര്യ, നിന്നെ കാണാനാണ് ഇവർ വന്നിരിക്കുന്നത്. സൂര്യ, താങ്കൾക്കെതിരെ ഒരു ചീറ്റിംഗ് കേസ് ഉണ്ട്. അറസ്റ്റ് ചെയ്യാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ചീറ്റിംഗ് കേസ്? മനസ്സിലായില്ല. ഞാൻ ആരെ ചീറ്റ് ചെയ്തെന്ന് സർ? ആരാ ഇങ്ങനൊരു പരാതി തന്നത്? സൂര്യ, എന്താ എന്താ പ്രശ്നം? ആരോ സൂര്യക്കെതിരെ ചീറ്റിംഗ് കേസ് കൊടുത്തിട്ടുണ്ട്. സൂര്യ കസ്റ്റഡിയിലെടുക്കാൻ അവർ വന്നേ. എന്താ സർ? വിവരം ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സർ, ആരെ കംപ്ലൈന്റ് തന്നിട്ടുള്ളതെന്ന് പറയണം. ഒരു സുജിത് മേനോൻ. നിങ്ങൾ തുടങ്ങാൻ പോകുന്ന പുതിയൊരു പ്രോജക്റ്റിൽ സുജിത് മേനോനെ പാർട്ണറാക്കാന്ന് പറഞ്ഞ് 10 കോടി രൂപ അഡ്വാൻസ് വാങ്ങിച്ചിരുന്നു. അതെ സർ. എന്നിട്ട് അഗ്രിമെന്റിൽ പറഞ്ഞ ഡേറ്റ് കഴിഞ്ഞിട്ടും പ്രോജക്റ്റ് ഒന്നുമായില്ലെന്നാണല്ലോ പരാതിയിൽ പറഞ്ഞിട്ടുള്ളത്. സർ, അതിന് പിന്നിൽ ചില ഫാമിലി ഇഷ്യൂസ് ഉണ്ടായിരുന്നു സർ, അതാണ് വൈകിയത്. തനിക്ക് ഈ പ്രോജക്റ്റിൽ താല്പര്യമില്ലെന്നും 10 കോടി രൂപ തിരിച്ചു വേണമെന്നും സുജിത് മേനോൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നോടാണ് സർ സുജിത് മേനോൻ പണം ആവശ്യപ്പെട്ടത്. എന്നിട്ട് കാശ് കൊടുത്തോ? ഇല്ല സർ, കാശ് കൊടുക്കാൻ തന്നെയാ തീരുമാനം. സോറി സൂര്യ,
ആ 10 കോടി രൂപ തിരികെ കൊടുക്കാതിരിക്കാൻ വേണ്ടി സൂര്യ തന്നെ വിദേശ ബാങ്കിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്തു എന്നാണ് സുജിത് മേനോൻ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ബാങ്ക് ഡീറ്റെയിൽസും തന്നിട്ടുണ്ട്. സർ, പണം വിദേശ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ ആ ഇടപാടുമായിട്ട് സൂര്യക്ക് യാതൊരു ബന്ധവുമില്ല. ആരോ ഞങ്ങളെ ബുദ്ധിപൂർവ്വം ട്രാപ്പിലാക്കിയതാ. പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയ കംപ്ലൈന്റ് പ്രകാരമേ ഞങ്ങൾക്ക് മൂവ് ചെയ്യാൻ പറ്റൂ. സർ 10 അല്ല 25 കോടി വേണമെങ്കിലും കൊടുക്കാനുള്ള ആസ്തി എന്റെ മോനുണ്ട്. അതുകൊണ്ട് കാശിന്റെ കാര്യത്തിൽ ഞങ്ങൾ ആരെയും പറ്റിക്കില്ല സർ. സുജിത് മേനോൻ കംപ്ലൈന്റ് ചെയ്തിരിക്കുന്നത് ചീറ്റിങ്ങിനാണ്. ഈ പ്രോജക്റ്റിന്റെ പിന്നാലെ നടന്നതുകൊണ്ട് മറ്റൊരു പ്രോജക്റ്റിനെ കുറിച്ച് ചിന്തിച്ചില്ലെന്നും അതിന്റെ പേരിൽ കോടികളാണ് നഷ്ടം വന്നെന്നും അദ്ദേഹത്തിന് നഷ്ടപരിഹാരം കിട്ടണമെന്നും കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, കേന്ദ്രത്തിൽ നിന്ന് പോലും ഞങ്ങൾക്ക് പ്രഷറുണ്ട്. സൂര്യ, എന്തായാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്തല്ലേ പറ്റൂ. വരൂ സൂര്യ, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും. ദയവായി ഞങ്ങളുടെ അവസ്ഥയൊന്നും മനസ്സിലാക്കണം. സൂര്യ ഒരിക്കലും ആരെയും അങ്ങനെ പറ്റിക്കുന്ന ഒരാളല്ല. സോറി മാഡം, ദേവി ഇത് ഞങ്ങളുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തരുത്. സർ, വേണ്ട സാർ, അവരവരുടെ ഡ്യൂട്ടിയല്ലേ ചെയ്യുന്നത്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഭാവന, വിഷമിക്കാതെ. എന്നെ തൂക്കിക്കൊല്ലാനൊന്നുമല്ലല്ലോ കൊണ്ടുവന്നത്. സൂര്യ, ധൈര്യമായിട്ടിരിക്കുക. പോം സർ. വരൂ, ടേക്ക് യു. സൂര്യ, സൂര്യ. മോനെ, മോനെ. സർ, ദേവേട്ടാ. സർ, സർ പ്ലീസ്. സർ, ഞാൻ എന്തെങ്കിലും പറഞ്ഞ കൂടിപ്പോ. എന്റെ മോന്റെ അക്കൗണ്ടിൽ കിടന്ന കാശ് നീ അറിയാതെ എങ്ങോട്ടും പോവില്ല. ദേവ്, നീ ഒന്ന് മര്യാദക്ക് സംസാരിക്കേ. നീ സൂര്യയോട് അങ്ങനെ ഒരു ചതി ചെയ്താലും അവൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. പറയട്ടെ അങ്കിളെ, ആന്റി എല്ലാം നേരിട്ട് കണ്ടതുപോലെയല്ലേ ഈ പറയുന്നത്. എന്നെ മറ്റാർക്കും അറിയില്ലെങ്കിലും സൂര്യക്കറിയാം. എനിക്കത് മതി.